ഹലോ, ഇന്ന് എൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇതാണ് എൻ്റെ രാജകുമാരി. ഇന്ന് അവളെ ബർത്ത്ഡേ ആണ്. അങ്ങനെ നമ്മളിന്ന് എൻ്റെ പെരക്കാന്നുള്ളത്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉച്ചയാകുമ്പോൾ വന്നത്. അപ്പോഴത്തേക്ക് ഉമ്മ ചോറെല്ലാം ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ ഉമ്മ പപ്പടം പൊരിക്കുന്നുള്ളതാണ്. അങ്ങനെ ചോറ്, പപ്പടം, പിന്നെ കായ് വറവ്, മീൻകറി, മീൻ പൊരിച്ചത്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂട്ടി നമ്മൾ ചോറെല്ലാം വേവിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോൾ എൻ്റെ ഉപ്പ വന്ന്. അപ്പം ഞാൻ വിചാരിച്ച് എപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് നമ്മളെ പുറത്തുനിന്ന് തന്നെയാണ് കേക്ക് മുറിക്കൽ. അങ്ങനെ ഇന്ന് പുറത്ത് പോയിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എൻ്റെ മോളെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സാണ്. എനിക്ക് സിമ്പിളായ ഡ്രസ്സാണ് ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ഓളെ ഡ്രസ്സെല്ലാം ഇടിച്ച് തലയെല്ലാം കെട്ടി ഓളെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. അപ്പോൾ മക്കളെല്ലാം മൂന്നാളെ ഒന്നിച്ച് നിന്നിട്ടെല്ലാം കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം ഞാൻ എടുത്ത്. അങ്ങനെ നമ്മൾ ഗോൾഡൻ ബേക്കറിയിലാണ് കേക്ക് കട്ടാക്കാൻ പോകാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഉമ്മാവും എൻ്റെ ഉപ്പാനൊന്നിച്ചും എൻ്റെ ഉമ്മാനൊന്നിച്ചെല്ലാം കുറേ ഫോട്ടോസെല്ലാം എൻ്റെ മോക്കെടുത്ത്. അങ്ങനെ നമ്മൾ പോകാൻ കീന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. അങ്ങനത്തെ ഒരു ടൈമായിന് നമ്മൾ പോകുമ്പോൾ. അങ്ങനെ ഉപ്പാന് കുറച്ച് സാധനം വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ടൗണിൽ നിന്ന് കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ച് എന്നിട്ട് അവിടുന്ന് നേരെ നമ്മൾ പോകുന്നുള്ളതാണ്. വിദ്യാനഗർ നായ്മാർ മൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ബേക്കറിയിലെത്തി. എൻ്റെ ഏട്ടത്തിയും മോനെല്ലാം ഉണ്ടായിനൊന്നിച്ച്. അങ്ങനെ നമ്മൾ ബേക്കറിയിലെത്തി. കേക്കെല്ലാം പേരെല്ലാം എഴുതാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കേക്ക് കട്ടാക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അടുത്തേക്ക് പോകുന്നുള്ളതാണ്. നമ്മൾ കേക്കും ചോക്ലേറ്റെല്ലാം വാങ്ങി നമ്മൾ സെറ്റാക്കി അങ്ങനെ കേക്ക് കട്ടാക്കുന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും നിന്നിട്ടുള്ള വീഡിയോസൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. എല്ലാവർക്കും വീഡിയോസിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടായിട്ടാണ്. അതാണ് കാരണം. അങ്ങനെ നമ്മൾ ഓരോരോ ഐസ്ക്രീമെല്ലാം വാങ്ങി അവിടുന്ന് നേരെ പുരക്കേക്ക് വന്നിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികളെല്ലാം. പായസം ഉണ്ടാക്കണം, ചോറ് വെക്കണം, കറി വെക്കണം. മോളെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് പായസമെല്ലാം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേമിയ പായസം ആക്കിയിട്ട് അപ്പുറത്തെ പരയിലെല്ലാം കൊടുത്ത്. പിന്നെ അങ്ങനെ നമ്മൾ വേഗം ആക്കണമെന്ന് വെച്ചിട്ട് വേഗം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറിന് വെള്ളം വെച്ചിട്ടാണുള്ളത്. അങ്ങനെ നമ്മളെ നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം ആയി, പായസം എല്ലാം റെഡിയായി. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.